ഇപ്പൊ ഈ ബാലവിവാഹം അതൊക്കെ പറയുന്ന കല്യാണം കഴിഞ്ഞ സമയത്തല്ലേ, അതിപ്പോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വരുന്ന വലിയൊരു കമന്റ്സ് ഒക്കെ എന്തൊക്കെ? ഇല്ല, പിന്നെ പുതിയ വിശേഷങ്ങൾ ചോദിക്കും. അതാ ആയില്ലേ ചോദിക്കും. എല്ലാവർക്കും അറിയേണ്ടതെന്ന് വെച്ചാല് കൊച്ചുങ്ങളായില്ലേ എന്നുള്ളൊരിതാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്വപ്നം ഉണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെതായുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ഒരു ലിറ്റിലായിട്ട് വരണമെന്നാണോ? ലിറ്റിലായിട്ടുള്ള തന്നെ വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അല്ല ഇല്ല, വലിയൊരു പൊക്കമുള്ള ആള് വേണ്ട. വേണ്ട നിങ്ങളുടെ ഞങ്ങൾ രണ്ടാളിപ്പോ നടന്നു പോകുമ്പോ ആള് നടുവിൽ നിൽക്കണമെങ്കിൽ ചോദിക്കും, വേറെ രീതിയിൽ ആൾക്കാർ ചോദിക്കും. ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്, എന്ത് കല്യാണം കഴിഞ്ഞ പാടെ തന്നെ ആരോടാള് ചോദിക്കും, ഒരാഴ്ച കഴിഞ്ഞപ്പോ ബേബി ആയില്ലേന്ന് ചോദിച്ചിട്ട്. കൊച്ചുണ്ടാവാൻ വേണ്ടിട്ടല്ലല്ലോ കല്യാണം കഴിക്കുന്നത്. മരിക്കുന്നവരൊരാള് കൂടെ വേണം. ഇപ്പൊ മോൻ വേണമെന്നാണല്ലോ പറഞ്ഞത്, അതെന്താ മോനോട്? സാധാരണ എല്ലാരും പറയും ഗേള്. മോനാണെങ്കിൽ അമ്മമാരെ അങ്ങനെ സ്നേഹിക്കുന്നത്, പെൺപിള്ളേർ അച്ഛന്മാരെ സ്നേഹിക്കുള്ളൂ. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. ഇപ്പൊ കിച്ചണൊക്കെ എങ്ങനെയാ സിത്തുവിന്? കിച്ചണ് അച്ഛൻ മില്ലിന്ന് ഒരു സാധനം അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ഹൈറ്റ് വുഡിന്റെ. ഇപ്പൊ സിത്തു ഇവിടെ സിത്തുന് ഓക്കെയാണ് അല്ലേ? ഈ ടേബിളൊക്കെ സിത്തു വന്നതിന് ശേഷം ഉണ്ടാക്കിയതാണല്ലോ. വന്നതിന് ശേഷം കൊണ്ടുവന്നു. അതുപോലെ തന്നെ സിത്തുവിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണല്ലേ ഈ അടുപ്പിന്റെ ഒരു ഏരിയ അല്ലേ? സിത്തു ഇതിന്റെ മുകളിൽ കേറിയിട്ടാണ് പാത്രം കഴുകുക. പിന്നെ എന്തൊക്കെ ചെയ്യും? ഇവിടെ പാത്രം കഴുകുക മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലിരുന്നിട്ട് പച്ചക്കറി അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ അതേപോലെ തന്നെ കുറെ പ്രൊമോഷൻസ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ശരിക്കും നിങ്ങൾക്ക് എങ്ങനെയാ ഒരു പ്രൊമോഷൻ ചെയ്യുമ്പോഴും ഒക്കെ ചാർജ് ഒക്കെ എങ്ങനെയാ? ഒരു ഗെയിമിന്റെ എനിക്ക് 2 or 3 വീഡിയോ ചെയ്താൽ മതി എന്നും പറഞ്ഞ അവര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നത്. 10 lakh തരാന്നും പറഞ്ഞിട്ടാണ് ആള് മെസ്സേജ്. ഒരു വീഡിയോക്ക് 10 lakh. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് ഞാനുള്ളത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കപ്പിളിന്റെ കൂടെയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം സിത്തു ആൻഡ് അമലു. എന്തൊരു ക്യൂട്ടാണോ കാണാൻ. നിങ്ങൾ രണ്ടുപേരും കാണുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷം ഇല്ല? എന്തൊരു ഭംഗിയാ സിത്തുവിനെ കാണാൻ. അമലിനെ ഉണ്ട് കേട്ടോ. എന്താ ഈ ബ്യൂട്ടിന്റെ രഹസ്യം? എന്താ? രഹസ്യങ്ങളൊന്നുമില്ല. ഇല്ല. സ്കിൻ കെയർ ഒക്കെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല. ചൂടുവെള്ളം, ആവി പിടിക്കും, ഐസ് കട്ട, അതൊക്കെ പോലെ ചെയ്യും. അതാണ് ഇത്ര ഭംഗി? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഫുൾ ടൈം AC തന്നെയാ, പ്രോഗ്രാം കാര്യങ്ങള്. ബിസി ആണോ ഇപ്പത്തെ ലൈഫ്? കുറച്ച് ബിസിയാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 7 മാസമൊക്കെ 5 മാസം. ഓക്കെ. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫ് എങ്ങനെയുണ്ട്? അടിപൊളി. എൻജോയ് ചെയ്ത് ജീവിക്കും. ഒരു ഭാര്യ എന്നുള്ള നിലയിൽ സിത്തുന് എത്ര മാർക്ക് കൊടുക്കാം 10ല്? 9.5. അതെന്താ? അര എവിടെ പോയി സിത്തു? അര എവിടെ പോയി? ചോക്കി പറയട്ടെ. അര എവിടെ പോയി അമലെ? ആരാന്ന് വെച്ചാല് കുറച്ച് വഴക്കുണ്ടാക്കും. അതുകൊണ്ട് എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? അതില്ലാണ്ടൊരു രസമില്ല. അത് ശരിയാ, വഴക്ക് വേണം. എന്നാൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് എന്തിനാ സിത്തു? അത് ഈ ഒച്ചത്തിൽ സംസാരിക്കുന്നത്. വീട്ടിൽ നമ്മളെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് മാത്രം കേട്ടാ പോരെ, നാട്ടുകാരെ കേൾപ്പിക്കണോ? ഭയങ്കര ഒച്ചപ്പാടാ. അതെന്താ അമ്മലെ സ്വീറ്റ് ആയിട്ട് കച്ചറ ഉണ്ടാക്കാൻ അറിയില്ലേ? ഇല്ല, മെല്ലെ സംസാരിക്കും. ഞങ്ങൾ ഇവിടുന്ന് തന്നെ ചെറുങ്ങനെ സംസാരിക്കും. അപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുമ്പോ അച്ഛനും അമ്മയൊക്കെ വന്ന് ചോദിക്കും എന്താ ഇവിടെ? ചോദിക്കൂല. അവിടെ ഫാൻ കൂടും, AC ഇടും. കേൾക്കൂല. സ്ഥിരമുണ്ടോ? ഇല്ല. ഞങ്ങൾ എന്തെങ്കിലും വീഡിയോ എടുക്കുമ്പോ ചിലപ്പോ ഞാൻ തെറ്റിക്കും, ലെവള് തെറ്റിക്കും, പിന്നെ ഞാൻ തെറ്റിക്കും. പിന്നെ സ്ഥിരമായിട്ടാണ് തെറ്റിക്കും. തെറ്റ് ഇങ്ങനെയായി. അപ്പൊ നമ്മള് തെറ്റും അല്ലേ? അതെ. ഇനി ഞാൻ സിത്തുവിനോട് ചോദിക്കട്ടെ, അമലിന് എത്ര മാർക്ക് കൊടുക്കും? ഒരു 7. അമലെ 3 മാർക്ക് ഇല്ല അല്ലേ? എന്താ റീസൺ ചോദിക്കണോ? പറഞ്ഞാലും കേൾക്കൂല. പറഞ്ഞാലും കേൾക്കൂല. പിന്നെ അത് കൊറേ പുറകെ നടക്കണോ? രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കൂല. തോന്നുമ്പോഴൊക്കെ കഴിച്ചിട്ട് എനിക്കിട്ടാ പണി. പാത്രം എല്ലാം കഴുകണം. പാത്രം എല്ലാം കഴുകണം. അമൽ സഹായിക്കോ?
വല്ലപ്പോഴും. എന്തോ ഒരു ബാത്റൂം കഴുകുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടല്ലോ. എന്താ കല്യാണം കഴിച്ചത് ഞാനാണ് എന്തായിരുന്നത്? ആ വീഡിയോ ഒക്കെ കാണിച്ചു തരട്ടെ. 2.3 മില്യണോ അങ്ങനെ എന്തോ ആണ് അതിന്റെ വ്യൂ. കാണിച്ചു തരട്ടെ. അതിന്റെ അറ്റത്ത് കിടക്കുന്നോ? അത് ആര് കിട്ടിയെന്നുള്ള ബോധം നിനക്ക്? എടീ ഞാനാ എന്നെ കല്യാണം കഴിച്ചല്ല, നീ എന്നെ കല്യാണം കഴിച്ചല്ല. എടീ ഇവിടുത്തെ പത്രം അടക്കം എന്നെ കൊണ്ട് അറിയിപ്പിക്കുക, മിച്ച എടുപ്പിക്കുക, പാത്രം കഴിപ്പിക്കുക. എനിക്ക് പണിയുണ്ടോ? ചോറിന്ന് മാത്രം ഉണ്ടോ അല്ലേ? ഞാനങ്ങോട്ട് പോയാ ഉടുപ്പ് ഓടി ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യമൊക്കെ ചെയ്ത് അവൻ എങ്ങനെയാ സിത്തു ഇത്ര സ്ട്രോങ് ആണോ ശരിക്കും? നല്ല ആള്, നല്ല ധൈര്യം. അല്ല എന്നെക്കാട്ടും ധൈര്യം വെക്കാം. എന്നുവെച്ചാൽ ആരെങ്കിലും ഇപ്പോ നമ്മളിപ്പോ പോകുമ്പോ ഇപ്പൊ കുറെ ആൾക്കാർ നോക്കി കളിയാക്കൊക്കെ ചെയ്യുക, അവർക്ക് രണ്ടെണ്ണം ഞാൻ പറഞ്ഞു കൊടുക്കാന്നൊക്കെ പറഞ്ഞു ഞാൻ പല സൈഡിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആരോടെയും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഈ ചില ആൾക്കാർക്ക് ഇങ്ങനെ നോക്കി പോകും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഞാൻ വിടത്തില്ല. അങ്ങനത്തെ ആളുകളോട് എന്ത് പറയാനാ സിത്തുന്ന് തോന്നുന്നേ? അവരെ പോലെയല്ലേ നമുക്ക്, ഹൈറ്റ് കുറവാന്നല്ലേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇല്ല, എന്നാലും രണ്ട് വർത്തമാനങ്ങൾ പറയണമെങ്കിൽ എന്ത് പറയും? ഇനി അങ്ങനെ നോക്കി ഇനി പറഞ്ഞ കണ്ണു കുത്തിയും പൊട്ടിക്കാണോ? കല്ലെടുത്തറിഞ്ഞ പോരെ, കണ്ണെടുക്കാൻ പറ്റൂല. കല്ലെടുത്ത് ഓടിക്കൊള്ളി. ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് പിന്നെ നോക്കാം അല്ലേ അമല്? ഇപ്പൊ ഒരു ഇതെന്താന്ന് വെച്ചാൽ എനിക്കൊന്നും തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ബെഡിൽ ഈ നനഞ്ഞ തുണി തോർത്ത് ഒന്നും ഇടുന്നത്. സിത്തുന് ഇഷ്ടമാണോ? ഇല്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മുടെ അമല് വന്ന് ബെഡിൽ ഇട്ട് കുളിച്ച് വന്നേ പാട് ആ ടവൽ അതിലേക്ക് ഇട്ട് അപ്പൊ സിത്തു എന്തു പറയും? അതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. ഓക്കെ, സ്റ്റാർട്ട്. ദേഷ്യപ്പെടണല്ലേ? ദേഷ്യപ്പെടണം. ഞാൻ എത്ര തവണ വന്നിട്ടുണ്ട് തോർത്ത് കട്ടിലിടലെന്ന്? ഇനി കുളിക്കുന്നവരോടാ ഞാൻ കുളിച്ച് ഞാൻ തലയിൽ വെക്കുള്ളൂ. തലയിലുള്ള മുടിയോ അത് കെട്ടുപോലാവില്ല? ഇല്ല. ഇനി കുളിക്കുമ്പോടാ ഞാൻ കുളിച്ചിട്ട് അത് ഓരോ സ്ഥലത്ത് വെക്കേണ്ടടുത്ത് വെക്കണോ? ഞാൻ കുളിച്ചിടുമ്പോ മാത്രം പ്രശ്നം. ഇവിടെ എല്ലാരും അങ്ങനെയല്ലേ വെക്കുന്നത്. ഇനി കുളിച്ചിട്ട് വെള്ളം ബാത്റൂമിൽ നിന്ന് പുറത്താകല്ലേ? എന്നാ ഞാനെന്നെ പറയല്ലോ. അത് മാത്രമല്ലല്ലേ, ഇത് കട്ടയിലെ കൊണ്ടിടുന്ന സാധനമല്ല. എന്റെ ഇഷ്ടമാണ് വെക്കണം. അതിപ്പോ എന്റെ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞത് കേട്ടാ മതി. സൂപ്പർ. ഇങ്ങനൊന്നും അല്ല, ഞാൻ ചെവിക്കൊക്കെ പിടിക്കും. ഇങ്ങനെയല്ല, ചെവിക്കൊക്കെ പിടിക്കും അമലെ. ഉപദ്രവം ഉണ്ടാപ്പോ? ഇല്ല, അത്യാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ അടി കൂടൂലേ, അത് അത്യാവശ്യമുള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. ഇല്ല കേട്ടോ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഭയങ്കര സ്നേഹത്തിലുള്ള ഒരു കപ്പിൾ അവര് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഫാമിലിനെ പറ്റി പറയാം. അമ്മ അച്ഛൻ ഇവിടെ വന്നപ്പോ കണ്ടു അല്ലേ? അച്ഛനുണ്ട്, അമ്മ, പിന്നെ ചേട്ടൻ ഒരു സ്റ്റെനോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യാ. അച്ഛനിപ്പോ ഒരു ക്രെയിൻ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യാ. കുറെ ആയിരുന്നു ജോലി പോവാത്തത്. ഇപ്പൊ എന്ന് വെച്ചാല് പ്രായമൊക്കെ ആയി വരികയാണ് അച്ഛന്. ഇപ്പൊ കാലിന് ചെറിയൊരു ഇവിടെ നിന്ന് തന്നെ ഒരു കൂടുണ്ടാക്കുമ്പോ, പട്ടിക്ക് കൂടുണ്ടാക്കുമ്പോ കാലിന് ഇവിടെ ഇങ്ങനെ മുട്ട് ഇതായി കിടക്കുന്നുണ്ട്. ഒരു ഇത്തിരിയും കൂടി ആയിരുന്നുള്ളൂ മുട്ട് കട്ടായി പോവാൻ. അപ്പൊ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ നേരത്തെ പറയുണ്ടായി നെഗറ്റീവ്, അങ്ങനെ മീൻസ് ആളുകൾ നോക്കുമ്പോ കല്ലെടുത്ത് എറിയാനൊക്കെ തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരാറില്ല? ഇപ്പോഴും വരാറില്ല? ഇപ്പോഴും ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്റെ വീഡിയോ ഒരാള് യൂട്യൂബിലിട്ട്, സാബിത് സഫാരിയാണ് എന്റെ വീഡിയോ ഫസ്റ്റ് യൂട്യൂബിൽ എടുത്തിടുന്നത്. അപ്പോൾ വന്ന കമന്റ്, ഇവര് കുട്ടികളല്ലേ, ബാലവിവാഹം നിരോധിച്ചില്ലേ, പിന്നെന്താ പറയാ, ഇങ്ങനെ കല്യാണം കഴിച്ചാൽ ജനിക്കുന്ന കൊച്ചുങ്ങൾ എങ്ങനെയായിരിക്കും. പിന്നെ ഇപ്പൊ ഒരാളുണ്ട് കോൾമി പൂർണ്ണ എന്ന് പറഞ്ഞിട്ടില്ല, ഫേക്ക് അക്കൗണ്ടാ. ഏത് വീഡിയോക്ക് വന്നിട്ടും കമന്റ് ഇടും. ഫസ്റ്റ് തന്നെ കമന്റ് ഇടും, പച്ചത്തെറി വിളിക്കും. പിന്നെ അതിനെതിരെ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് നല്ലോണം അങ്ങോട്ട് നല്ല രീതിക്ക് അത് ഞാൻ കൊടുക്കുന്ന ആള്. ഞങ്ങൾ ഒന്നിനും തിരിച്ച് റിപ്ലൈ ചെയ്യാനൊന്നും പോയിട്ടില്ല. ആള് നല്ല രീതിക്ക് എന്താ ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ടാണ് കളിക്കുന്നത്. പിന്നെ ഇങ്ങനെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന വീഡിയോ ഇതേപോലെ തന്നെ എടുത്തിട്ട് യൂട്യൂബ് കൊണ്ടുപോയിട്ടിട്ട് എൻ്റെ പേരും വെച്ചിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിന് 2K ഫോളോവേഴ്സ് വരുന്നുള്ളൂ. ഇപ്പോൾ 42K ഫോളോവേഴ്സ് ആയി. എൻ്റെ വീഡിയോക്കെല്ലാം മില്യൺസ് ആണ്. എൻ്റെതാണ് പകുതിയിലധികം
അതിലുള്ളത്. അപ്പൊ കോപ്പിറൈറ്റ് അടിച്ചൂടെ? കോപ്പിറൈറ്റ് ഞാൻ കുറെ കൊടുത്തിട്ടുണ്ട്. എത്രയാണെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇടുന്നതിന് മുമ്പ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് ഇപ്പൊ ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൽ കോപ്പിറൈറ്റ് കാണിക്കും. അങ്ങനെ ഞങ്ങളിപ്പോ ഇടുമ്പോ നിങ്ങൾ ഇടുമ്പോ കോപ്പിറൈറ്റ് കാണിക്കും. അതായത് നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ഇടുമ്പോ കോപ്പിറൈറ്റ് അപ്പോഴത്തേക്ക് ആൾ അപ്ലോഡ് ചെയ്യും. ഞങ്ങൾ ഇവിടുന്ന് ഇതൊക്കെ അടിച്ച് എഡിറ്റ് ഹാഷ്ടാഗ് ഒക്കെ അടിച്ച് എഡിറ്റ് ചെയ്ത് റെഡിയായി അങ്ങോട്ടേക്ക് ഇടുന്നിടത്തേക്ക് ഇവിടുന്ന് കോപ്പിറൈറ്റ് വരും. അയ്യോ അത് വലിയാത്ത കഷ്ടമാണല്ലോ. അതുവരെ എന്റെ നല്ല റീച്ച് പോയതാ. പിന്നെ അങ്ങ് താണു യൂട്യൂബ്. ഇപ്പൊ 2K ഫോളോവേഴ്സ് സബ്സ്ക്രൈബർ. അതെ ഓക്കെ. ഇപ്പൊ ഈ ബാലവിവാഹം അതൊക്കെ പറയുന്ന കല്യാണം കഴിഞ്ഞ സമയത്തല്ലേ? അതിപ്പോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വരുന്ന വലിയൊരു കമന്റ്സ് ഒക്കെ എന്തൊക്കെയാ? കഴിഞ്ഞതിന് ശേഷം ഇവക്ക് എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ഇല്ല, പിന്നെ പുതിയ വിശേഷങ്ങൾ ചോദിക്കും. അതാ ആയില്ലേ ആയില്ലേന്ന് ചോദിക്കും. എല്ലാവർക്കും അറിയേണ്ടതെന്ന് വെച്ചാല് കൊച്ചുങ്ങളായില്ലേ എന്നുള്ളൊരിതാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്വപ്നം ഉണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെതായുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ത് ഞങ്ങളുടെ ഇടയിൽ അടുത്തൊരു ലിറ്റിൽ അതേപോലെ തന്നെയുള്ള ഒരു ലിറ്റിൽ കപ്പിൾ അല്ലെങ്കിൽ ലിറ്റിൽ ലവേഴ്സ് വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ശരിക്കും ഒരു ലിറ്റിലായിട്ട് വരണമെന്നാണോ? ലിറ്റിലായിട്ടുള്ള തന്നെ വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അല്ല ഇല്ല, വലിയൊരു പൊക്കമുള്ള ആളെ വേണ്ട വേണ്ട വേണ്ട. നിങ്ങളുടെ കുഞ്ഞ് ഞങ്ങൾ രണ്ടാളിപ്പോ നടന്നു പോകുമ്പോ ആള് നടുവിൽ നിൽക്കണ്ടെങ്കിൽ ചോദിക്കും. വേറെ രീതിയിൽ ആൾക്കാർ ചോദിക്കുക. ഇപ്പൊ എന്തായാലും കുഴപ്പമില്ല, ദൈവം തന്നെയല്ലേ. ദൈവം തരുന്ന നമ്മള് നീട്ടി വാങ്ങിക്കുക അതല്ലേ. ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞോണ്ട് നിങ്ങളെ പോലെ തന്നെ കല്യാണം കഴിച്ച ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ നോർമലി അങ്ങനെ ഒരു ബേബി ഉണ്ടാവാൻ എന്തെങ്കിലും ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെല്ലാരും ഡോക്ടറെ കാണിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളിലേക്ക് പോയത്. അങ്ങനത്തെ ആളുകളെയൊക്കെ നിങ്ങൾക്ക് അറിയാം. നമുക്ക് അതിനായിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ പരിചയപ്പെട്ട ഗ്രൂപ്പ്. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും, സംസാരിക്കും. അതില് ഡോക്ടറുണ്ട്. ഒരു ഡോക്ടർ നമ്മളെ വീഡിയോ കോൾ ചെയ്തിട്ട് എല്ലാവരുടെ പ്രശ്നം ഞങ്ങളെ ഗേൾസിന് മാത്രം അങ്ങനെ ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം നിങ്ങൾ ശരിക്കും ഒരു ബേബിനെ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കായുള്ള കുറച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൂടെ ഒക്കെ കടന്നു പോകണം. അതെ, അത് കഴിഞ്ഞിട്ട് ഒരു സമയമാവുമ്പോ അല്ലേ ശരിക്കും ഏതൊരു ബേബി ആവണം അങ്ങനെയുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ പൊക്കം വേണ്ട, കുഞ്ഞിന് പൊക്കം വേണ്ടെന്ന് പറഞ്ഞല്ലോ. അതേപോലെ ഏത് കുഞ്ഞാവണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടോ? എനിക്ക് ആൺകുട്ടിയാ. അങ്ങനെയൊന്നുമില്ല. അമ്മന്റെ അങ്ങനെയൊന്നുമില്ല. ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്. എന്ത് കല്യാണം കഴിഞ്ഞ പാടെ തന്നെ ആരോടാൾ ചോദിക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോ ബേബി ആയില്ലേന്ന് ചോദിച്ചിട്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ കമന്റ് ഇട്ടേക്ക് ബേബി ആയില്ലേന്ന് ചോദിച്ചിട്ട് ഞാൻ എന്തോ റിപ്ലൈ കൊടുത്തിക്കല്ലോ അല്ലേ. ഞാൻ ചൈനക്കാരനല്ലാന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. ചൈനക്കാരനല്ലാന്നും പറഞ്ഞു. ചൈനയില് വേഗം കുട്ടികളുണ്ടാവോ? കണ്ടുപിടിക്കുന്നില്ലേ അങ്ങനെ ഒരു റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെച്ചാൽ കല്യാണം കഴിക്കുന്നത് എന്താ പറയാ നമ്മളെ കൂടെ നമുക്കൊരാള് കാണുന്നില്ലേ, എന്താ പറയാ മുന്നോട്ടുള്ള ഒരു ഹെൽപ്പിന് ഒരാള് കാണും. എന്താ പറയാ കൊച്ചുണ്ടാവാൻ വേണ്ടിട്ടല്ലല്ലോ കല്യാണം കഴിക്കുന്നത്. മരിക്കുന്നവരൊരാള് കൂടെ വേണം. എന്റെ അച്ഛനും അമ്മേനെ ഞാൻ ആദ്യം പറഞ്ഞു എന്റെ അച്ഛനും അമ്മേനെ നീ കുഞ്ഞോളെ നോക്കണം. അതുപോലെ തന്നെ ഞാൻ അവളെ അച്ഛനും അമ്മേനെ കാണുന്നു. അതെ. ഇപ്പൊ മോൻ വേണമെന്നാണല്ലോ പറഞ്ഞത്. അതെന്താ മോനോട്? സാധാരണ എല്ലാരും പറയും ഗേള് നമുക്ക് ഒരുക്കി കൊണ്ട് നടക്കാൻ. അതെന്താ ആൺകുട്ടി വേണമെന്ന്? മോനാണെങ്കിൽ അമ്മമാരെ അങ്ങനെ സ്നേഹിക്കുന്നത്, പെൺപിള്ളേർ അച്ഛന്മാരെ സ്നേഹിക്കുള്ളൂ. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. അപ്പൊ ഏറ്റവും ഇഷ്ടം അച്ഛനെയാണോ? ഞാൻ വിചാരിച്ചു ഈ കമന്റ്സ് ഒക്കെ പറയുന്നവർക്ക് നല്ലൊരു അടിയും കൊടുക്കാൻ. എനിക്ക് പ്രായമുള്ള അച്ഛന്മാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സിത്തു നന്നായിട്ട് കുക്ക് ചെയ്യും അല്ലേ? നന്നായിട്ട് കുക്ക് ചെയ്യും, കറികളൊക്കെ വെക്കും. പിന്നെ അവക്ക് പറ്റാത്ത ആയ ഒരു കാര്യം എന്ന് വെച്ചാല് അരി വാർക്കാൻ പറ്റൂല. അയ്യർ പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അവള് തന്നെ ചെയ്യും. അപ്പൊ അമ്മ വാർത്തരുവോ? അവളും അമ്മയും കൂടിയാണ് കുക്കിങ് കാര്യങ്ങളൊക്കെ. ഞാനാകെ തേങ്ങ ചിരണ്ടി കൊടുക്കുക മാത്രമേ ഉള്ളൂ. ഗ്രൈൻഡറില് അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അതമ്മ സമ്മതിക്കൂല. കൈയൊക്കെ പോന്ന് വന്നിട്ട് അമ്മ സമ്മതിക്കൂല. പിന്നെ ഏട്ടൻ വന്നാൽ ഞാനും ഏട്ടന് മാത്രം അടുക്കളയില്. അതായത് അമലിന്റെ ഏട്ടൻ വന്നു. ഇപ്പൊ കിച്ചൺ ഒക്കെ എങ്ങനെയാ സിത്തുവിന്റെ? കിച്ചണ് അച്ഛൻ മില്ലിന്ന് ഒരു സാധനം അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വുഡിന്റെ മേശ പോലത്തെ. അപ്പൊ അതിൽ നമുക്ക് നിന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ അത് കുഴപ്പമില്ല. അത് നിന്നിട്ടാ പാത്രം കഴുകുന്നത്. ബാക്കിയെല്ലാം താഴത്ത് തന്നെ. സിത്തുവിന് വേണ്ടി ഉണ്ടാക്കിയത്. അപ്പൊ സിത്തു വന്നതിന് ശേഷമാണോ കിച്ചൺ എടുത്തത്? അല്ലല്ല, കിച്ചൺ ആദ്യം എടുത്തിട്ടുണ്ട്. പക്ഷെ കിച്ചൺ അല്ലെന്ന് വെച്ചാല് എനിക്ക് എത്തുന്ന രീതിയിൽ അവിടെ ഒക്കെ ചെയ്തു വെക്കുന്നത്. പിന്നെ എന്റെ ബാത്റൂമാണ്
അപ്പോൾ ഇവള് വന്ന സമയത്ത് എല്ലാം ചെയ്ത്, പിന്നെ റൂമിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്. എന്താ അപ്പൊ നിങ്ങളുടെ അതിന് എന്താ ഒരു വ്യത്യാസം ഉണ്ടാവുക? അതെന്ന് വെച്ചാല് ഹൈറ്റ് കുറച്ച് വെച്ചു. എന്താ പറയാ, ഈ ടോയ്ലറ്റ് അല്ല നമ്മൾ ഡ്രസ്സൊക്കെ ഇടുന്ന അതൊക്കെ താത്തി വെച്ചു. പിന്നെ സോപ്പ് വെക്കുന്ന സാധനം, പിന്നെ ഷവർ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ വുഡിന്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അതെങ്ങനെ നമ്മള് മാറി നിൽക്കുന്നതോടും നമുക്ക് ഇങ്ങനെ മൂവബിൾ ആണോ? അല്ല, നമ്മൾ എടുത്ത് വെച്ചിട്ട് പാത്രമൊക്കെ കഴുകിയിട്ട് പിന്നെ ലാസ്റ്റ് അത് മാറ്റി വെക്കും. എന്തായാലും ഞങ്ങൾക്ക് അതൊന്ന് കാണിച്ചു കിച്ചണും. ഓക്കെ, നമ്മള് ഇപ്പൊ ഉള്ളത് നമ്മുടെ സിത്തുവിന്റെ കിച്ചണിലാണ്. പലർക്കും ഉള്ള ഒരു ക്യൂരിയോസിറ്റി ആണ് സിത്തു എങ്ങനെയാണ് ഈ കിച്ചണിലെ ജോലികളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് കാണാം സിത്തു എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലേ സിത്തു? അതാ, സിത്തു നന്നായിട്ട് വർക്ക് ചെയ്യും. പിന്നെ സിത്തുവിന്റെ കിച്ചൺ എങ്ങനെയാണ് സിത്തുവിന് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കണെന്ന് നോക്കാം നമുക്ക്, അല്ലേ? ഇപ്പൊ സിത്തു ഇവിടെ സിത്തു ഓക്കെയാണ് അല്ലേ? ഈ ടേബിളൊക്കെ സിത്തു വന്നതിന് ശേഷം ഉണ്ടാക്കിയതാണ്. ആ, അപ്പൊ സിത്തു ഇപ്പൊ ഇവിടെ വാട്ടർമെലൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിത്തു ഈ ടേബിളിൽ വെച്ചിട്ടാണോ സിത്തു എപ്പോഴും മുറുക്കിയൊക്കെ ചെയ്യുന്നത്? ആ, അപ്പൊ ഇതാണോ സിത്തു വന്നതിന് ശേഷമാണോ ഈ ഒരു ടേബിൾ? ഇത് അവള് വന്നതിന് ശേഷം അച്ഛൻ ഉണ്ടാക്കി കൊണ്ടുവന്ന മില്ലിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അപ്പൊ ഈ മീനെ കട്ട് ചെയ്യുമ്പോ ഇരുന്നിട്ടല്ലേ അധികം പുറത്ത് ഇതില് ഇങ്ങനത്തെ പച്ചക്കറി അരിയാനും സാധനമൊക്കെ എടുത്തു വെക്കാൻ, ഞങ്ങള് ഫുഡ് കഴിക്കാനൊക്കെ. അപ്പൊ അമല് വന്നിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരും ആ ടൈമില്? ഞാൻ ടിവിന്റെ മുന്നിൽ. അതെ, കിച്ചണിൽ വരാറുണ്ടോ അമലെ? നല്ലപ്പോഴും ചായ ഭക്ഷണം കഴിക്കാൻ പോലും ഞാൻ അടുത്തോട്ട് കൊടുക്കണം. എല്ലാം ഇവിടെ തന്നെ മുട്ടയൊക്കെ ഓംലേറ്റ് ചെയ്ത് കഴിക്കും. ഉപ്പ് അവിടെ, ഉപ്പ് ഊന്നിരുന്നിട്ട് ഉപ്പ് അവിടെ, പഞ്ചസാര അവിടെ എല്ലാം കഴിക്കും. കുമ്പിൽ കിട്ടണോ? ഇപ്പൊ ഇവിടെ ഇത് ചെയ്യുമ്പോഴേ ഈ കത്തിയൊക്കെ യൂസ് ചെയ്യുമ്പോഴൊക്കെ സിത്തു എങ്ങനെയാ? നോർമലി തന്നെയല്ലേ? എല്ലാം നോർമലി ചെയ്യുന്ന അമ്മ എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രക്ഷൻസ് തരുമോ? ഇപ്പൊ ഞാൻ കേട്ടു മോളെ കൈമുറിയല്ലേ പറയൂ, അമ്മ പറയൂ, ശ്രദ്ധിക്കണേ. ഇവിടെ അരി വാക്കുമ്പോഴൊക്കെ എന്നോട് പറയും മാറിക്കാനൊക്കെ പറയും. അമ്മയുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കുഴപ്പമായതുകൊണ്ട് അല്ലേ? അതുപോലെ തന്നെ സിത്തുവിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണല്ലേ ഈ അടുപ്പിന്റെ ഒരു ഏരിയ, അല്ലേ? ഇപ്പൊ ഇവിടെ ഇരുന്ന് ചെയ്യുമ്പോഴേ സിത്തുവിന് ഈ തീയൊക്കെ പെട്ടെന്ന് അടുത്തുള്ള പോലെ തോന്നുവോ? മീൻസ് ഷോളൊക്കെ ഉള്ളപ്പോ? ഇല്ല, അവള് ഞാൻ അമ്മക്ക് കത്തിച്ചു കൊടുക്കുള്ളൂ. അമ്മ രാവിലെ ചായ എടുക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അമ്മ ഇതിൽ തന്നെയാണ്. അപ്പൊ അമ്മക്ക് കുറച്ച് പൊക്ക വെച്ച് ബുദ്ധിമുട്ടോ? ഇവിടാന്ന് വെച്ചാല് ഞങ്ങളിപ്പോ ഈ വീടെടുത്തിട്ട് 9 കൊല്ലായി. ഈ 9 കൊല്ലത്തിൽ ആകെങ്കില് ആരെങ്കിലും വിരുന്നൊക്കെ വരൂലേ, പിന്നെ അച്ഛന്റെ അമ്മയൊക്കെ വരുമ്പോ മാത്രമാണ് അടുപ്പിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ ഫുൾ ടൈം ഗ്യാസിന്. 9 കൊല്ലമായിട്ടും ഇങ്ങനെയാ? ഇങ്ങനെ തന്നെ ഇത്രയും ഹൈറ്റ്? ഈ ഹൈറ്റ് അല്ല, ആ പൊക്കം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ അവിടെയാ വെച്ചത്. അവിടെയുള്ള ഇത് കണ്ടില്ലേ, ഇത് ഈ അടുത്ത് കൊണ്ടുവന്നു. ഇവിടെ വന്നതിന് ശേഷം കൊണ്ടുവന്നു അല്ലേ? അപ്പൊ ഇതാണ് സിത്തുവിന്റെ അടുപ്പ്. മുട്ടിന് സുഖമില്ല, അമ്മയ്ക്ക് മുട്ടിന് സുഖമില്ല. ഗ്യാസാണ് ഇരിക്കുമ്പോ അമ്മക്ക് ഓക്കെയാണ്. ഫുൾ ടൈം ഗ്യാസിലാണ് യൂസ് ചെയ്യുന്നത്. സാധനങ്ങളൊക്കെ വെക്കുന്ന ഗ്യാസിലാണ്. ഓക്കെ, ഇതാണ് അപ്പൊ സിത്തുവിന്റെ അടുപ്പ്. ഇനി സിത്തുന് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി വേറെ എന്താ? ചോറ് വാർക്കുക അല്ലാണ്ട്? മോട്ടറിന്റെ സ്വിച്ച് അപ്പുറത്തെ ബേക്ക് തിരിക്കുകയൊക്കെ വേണം. അപ്പൊ അത് ആരോടെങ്കിലും ചെയ്തു തരാൻ പറയോ? അടുത്തുള്ള ആരെങ്കിലും ചെയ്യും. ഞാൻ ഇവിടെ ഇല്ലാത്തവരോ അമ്മയ്ക്കും നോക്കും പറ്റില്ല, അമ്മയ്ക്ക് കൈവേദന. അപ്പൊ അടുത്തുള്ള ഏട്ടന്റെ മോനെ വിളിക്കും, അവൻ വന്ന് തിരിച്ചു തരും. ഞാൻ തന്നെ ഇടും 3 കസേര ഇട്ടപ്പോന്ന് വെച്ചാല് ഞാൻ ബാത്റൂം പോയ സമയത്ത് ഞാൻ വീഡിയോ കോൾ വിളിച്ചാ ഞാൻ ക്യാമറ ഓഫ് ആക്കിട്ടാ വിളിച്ചത്. എന്താ പറയാ, ബാത്റൂമിൽ വെള്ളം തീർന്ന് മോട്ടറിന്റെ സ്വിച്ച് ഒന്ന് തിരിക്കണമെന്നും പറഞ്ഞു. എനിക്ക് സ്വിച്ച് തിരിക്കണം അറിഞ്ഞൂടെ, വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്ത് അത് ഇങ്ങോട്ട് തിരിക്കണം, മറ്റേത് മേലോട്ട് തിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സിത്തുവിന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ വല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ടോ? എന്റെ വീട്ടില് എന്റെ അമ്മയ്ക്ക് ഇവിടെ അമ്മയുള്ള അത്ര തന്നെയുള്ളൂ. ഇവളെക്കാട്ട് ഒരു ഇത്രേ ഉള്ളൂ. അമ്മ ഷോർട്ടാണ്. അമ്മ ഷോർട്ടാ, പക്ഷെ അമ്മയ്ക്ക് നല്ല തടിയുണ്ട്. അമ്മയ്ക്ക് നല്ല തടിയുണ്ട്. പിന്നെ അമ്മ ഒരു സ്റ്റൂള് വെച്ചിട്ട് എല്ലാം ചെയ്യുന്നു. സ്റ്റൂളുണ്ട്. പാതകം കുറച്ച് ബുദ്ധിമുട്ടാ, കാണൂല. സ്റ്റൂൾ വെച്ചിട്ടല്ലേ. അമ്മയ്ക്ക് എന്റെ കയ്യിന്റെ നീളം പോലും ഇല്ല, അവളത്ര പോലും ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി സിത്തുവിന്റെ ഒരു എന്താ പറയാ, അച്ഛൻ ഉണ്ടാക്കി തന്ന ഒരു ബെഞ്ചോ അങ്ങനെ എന്തോ ബെഞ്ചാണ്, അത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു സിത്തുവിന് ഒരു ബെഞ്ച് ഉണ്ട് എന്നുള്ളത്? ആ ബെഞ്ചാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതാണ് സിത്തുവിന്റെ ബെഞ്ച് അല്ലേ? സിത്തു ഇതിന്റെ മുകളിൽ കേറിയിട്ടാണ് പാത്രം കഴുകുക. പിന്നെ എന്തൊക്കെ ചെയ്യും?
ഇവിടെ പാത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലിരുന്നിട്ട് പച്ചക്കറി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ അരിയും. അപ്പൊ ഈ ഒരു പൊക്കത്ത് നിന്നിട്ട് സുഖമായിട്ട് കഴുകാൻ പറ്റുമോ? കഴുകാൻ പറ്റും. ഇവിടെ നിന്നുള്ള സാധനമൊക്കെ എടുക്കാനും പറ്റും അല്ലേ? അപ്പൊ സെറ്റാണ്. അപ്പൊ ഈ ഒരു വാഷ് ബേസിന്റെ മുകളിൽ ഇരുന്ന് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? ഇവിടെ അപ്പൊ കാല് ഒന്ന് ഇരുന്ന് വീഴൂല. ഇങ്ങനെ കാലൊക്കെ ആട്ടിയ സുഖമായിട്ട് പാട്ടൊക്കെ പാടി കാലൊക്കെ ആട്ടി അല്ലേ പാത്രമൊക്കെ കഴുകും. ശരിക്കും ഒരുവിധം എല്ലാ പണിയും സിത്തു ചെയ്യും അല്ലേ? ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണോ സിത്തുനെ? മടിയൊന്നുമില്ല? ഇല്ല. പാവം അവർക്ക് ചെയ്യാൻ പറ്റാറ്റും ഓരോ സാധനം ഇട്ടിട്ടൊക്കെ ചെയ്യാം. നമ്മളൊക്കെ ആണെങ്കിൽ ആ സമയം കൂടി മിണ്ടാതിരിക്കും. സിത്തു എല്ലാ വർക്കും ചെയ്യുന്നൊരു കുട്ടിയാണല്ലോ അല്ലേ? ഓക്കെ, നമ്മളിപ്പോ ഉള്ളത് സിത്തുവിന്റെയും അമലിന്റെയും ബെഡ്റൂമിലാണ്. അപ്പൊ ഈ ബെഡ്റൂമിൽ ഇവർക്ക് വേണ്ടി ഇവർക്കായിട്ട് ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? എനിക്ക് ഫസ്റ്റ് തന്നെ സ്ട്രൈക്ക് ചെയ്ത് ഈ ഒരു ടേബിളാണ് അല്ലെ? നിങ്ങൾക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു ടേബിള്, അതേപോലെ തന്നെ കട്ടിലും നോർമൽ, അതായത് ഇവർക്ക് പറ്റുന്നത് പോലത്തെ ഉള്ള ഒരു കട്ടില്. പിന്നെ എനിക്ക് നല്ലൊരു ഫോട്ടോ ആര് വരച്ചതാ? ഇത് നാട്ടിൽ തന്നെയുള്ള ഒരു ചേട്ടൻ വരച്ചതാ. നിങ്ങൾ വരയ്ക്കോ? ഇവള് വൈഫ് വരയ്ക്കും. ഇവള് വരയ്ക്കും, വൈഫ് വരയ്ക്കും. ഇത്രയും മെഡലൊക്കെ എവിടെ കിട്ടി? ഇത് ഞാൻ എന്താ പറയാ പാരാ ഒളിമ്പിക്സ്, നമ്മളെ പോലുള്ള വൈകിലുള്ള ആൾക്കാർക്ക് നടത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, പാരാ അത്ലറ്റിക്സ്. അതിൽ ബാഡ്മിന്റൺ പ്ലെയർ ആണ്. ഓ സൂപ്പറാ. ഇനി അതേപോലെ തന്നെ ഒരുപാട് ക്യൂരിയോസിറ്റി ആയിട്ടൊരു സംഭവമാണ് ഇവരുടെ ബാത്റൂം ഒക്കെ എങ്ങനെയാന്ന്. നമുക്ക് അറിയാം, ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്ന്. എന്നാലും ഇവരെ പോലുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമാവട്ടെ, ആർക്കെങ്കിലും വീട്ടിലൊക്കെ ഉള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ട് മാത്രമാണ് ഇവരുടെ സമയത്തോടു കൂടി നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇവർക്കായിട്ട് സെറ്റപ്പ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ. കണ്ടോ, കുഞ്ഞു ബാത്റൂമാണ്, അവർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന. പിന്നെ നമ്മുടെ ഈ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്ത് വെക്കുന്നതൊക്കെ കണ്ടോ, എല്ലാം താഴത്തേക്ക് ആക്കി തന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിത്തുവിൻ്റെയും അമലിൻ്റെയും ബെഡ്റൂമും കിച്ചണും ഒക്കെ. എല്ലാം ഇവർ തന്നെ പറഞ്ഞതാണ് കാണിച്ചു കൊടുക്കണം എന്നുള്ളത്. കാരണം ഇവരെ പോലത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ കാണിക്കണം എന്ന് ഇവരുടെ താല്പര്യപ്രകാരം ഞങ്ങൾ കാണിച്ചതാണ്. ഈ അടുത്ത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ് നിങ്ങളത്. സിത്തുവിനെ ഒരു ബീച്ചിൽ നിന്ന് വണ്ടിയിലിരുത്തി കൊണ്ടുപോകുന്നത്. ആ വീഡിയോ ഞാൻ ഒന്ന് കാണിക്കട്ടെ. എന്താ അതിന് മാച്ച് ചെയ്തൊരു പാട്ടും. ഇത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് സന്തോഷായി. ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പോയതാണ് ഞങ്ങള്. ബീച്ചിൽ പോയപ്പോ അവിടെയുള്ള ഈ ഇങ്ങനെയുള്ള വണ്ടി കൊണ്ടുനടക്കുന്ന ഒരു ചേട്ടൻ ഞങ്ങളെ വിളിച്ചു, ആ മോനെ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എങ്ങനെയാ ചേട്ടൻ ഇതിന് മണിക്കൂറിന് പൈസന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, പൈസ ഒന്നും വേണ്ട, നിങ്ങൾ ഓടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു റീൽസ് അവിടെ നിന്ന് എടുത്തതാണ്. ശരിക്കും നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റിയ വണ്ടികൾ ഇപ്പോ ഉണ്ട്, പക്ഷെ അതെന്താ പറയാ, അൾട്രേഷൻ ചെയ്യണം. അത് ബൈക്കിലും ഉണ്ടോ? കാറൊക്കെ എനിക്ക് തോന്നുന്നു സൂരജിന് കിട്ടിയിട്ടുണ്ട്. സൂരജ് എന്നെക്കാട്ടും ഹൈറ്റ് കുറവാണ്. അപ്പൊ പിന്നെ അമലിന് ശരിക്കും ഓടിച്ചൂടെ അല്ലേ? ഞാൻ നോക്കുന്നുണ്ട്. ഞാനൊരു വട്ടം പഠിക്കാൻ പോയതാ. ആണോ? എന്നിട്ട് എന്ത് പറ്റി? അന്ന് പഠിക്കാൻ പൈസ ഇല്ലായിരുന്നോണ്ട് ഞാൻ പിന്നെ നിർത്തി. എന്ത് പഠിക്കാനാ പോയി? 2 വീലറോ 4 വീലറോ? 4 വീലർ. അപ്പൊ അന്ന് അങ്ങനെ ഒരു വണ്ടിയൊക്കെ കണ്ടോ? സെറ്റ് ആക്കിയോ? ഇല്ല. സാധാരണ വണ്ടിയിലാണോ പഠിക്കാൻ പോയത്? സാധാരണ. ഇപ്പൊ ഉണ്ട്, ഇപ്പൊ ലൈസൻസ് എടുക്കുന്നിടത്തൊക്കെ ഉണ്ട്. ചെറിയ മാരുതി, അതിന് കുഴപ്പമില്ല. ഞാൻ കുഷ്യൻ ഇട്ടിട്ട് അതിന്റെ മണ്ടയിലിരുന്ന്. പക്ഷെ കണ്ണാടി മാത്രമേ എത്തൂല, പുറകോട്ട് കാണാനുള്ള. കുഴപ്പമുള്ളൂ. അപ്പൊ ഇനി പൈസയൊക്കെ സെറ്റ് ആയാ ഇനി പഠിക്കോ? തീർച്ചയായും രണ്ടാളും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കും. ഏത് വണ്ടിയാ ശരിക്കും നിങ്ങൾക്ക് ഡ്രീം ആയിട്ടുള്ള ഒരു വണ്ടി ഏതെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു വണ്ടി. 2 വീലറും 4 വീലറും വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ? ഏതെങ്കിലും 4 വീലർ അല്ല, നല്ല അച്ഛനും അമ്മയും എല്ലാരും കൊണ്ടുപോകാം. പറ്റൂല. അതെ, എല്ലാരും കൊണ്ടുപോവാലോ എന്നല്ലേ, അത് സെറ്റാണ്. ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ അതേപോലെ തന്നെ കുറെ പ്രൊമോഷൻസ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ശരിക്കും നിങ്ങൾക്ക് എങ്ങനെയാ ഒരു പ്രൊമോഷൻ ചെയ്യുമ്പോഴൊക്കെ ചാർജ് ഒക്കെ എങ്ങനെയാ? ഞങ്ങൾ ഇപ്പൊ വാങ്ങുന്ന എങ്ങനെയാന്ന് വെച്ചാല് വീഡിയോ അടക്കാണ്. നമ്മളെ വേറെ ആൾക്കാരെ കൊണ്ടുപോകുന്നു, അവർ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ക്യാഷ് പറയണമെന്നില്ല, പക്ഷെ ആളുകളെല്ലാം പൈസ തരാൻ വില്ലിങ് ഒക്കെ ആയിരിക്കും. ഇല്ല, നമ്മൾ പറഞ്ഞ പൈസ ഒന്നും അങ്ങനെ കിട്ടാറില്ല. കുറച്ച് ആൾക്കാർ തന്ന പൈസ തന്നിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് റീച്ച് കിട്ടിയില്ല എന്നും പറഞ്ഞ് തിരിച്ച് ഭർത്താവ് വിളിച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞൊരു കൊച്ചുണ്ട്, ഇങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞ്, എന്നിട്ട് റീച്ച് ആയില്ല എന്നും പറഞ്ഞ്
പൈസ റിട്ടേൺ ഇട്ട് കൊടുത്ത ആ കൊച്ചിനെ ഈ കുട്ടിയുടെ ഭർത്താവ് വിളിച്ചിട്ട് ചീത്ത വിളിച്ചെന്നും പറഞ്ഞ് ഒരു വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വേറൊരു കുട്ടിയുടെ റീല് കണ്ടിട്ട് ഞങ്ങളെ വിളിച്ചതാ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞ് ചെയ്യൂലെന്ന് പറഞ്ഞ. എല്ലാവരും പറഞ്ഞ് അങ്ങനെ പ്രൊമോഷൻ എപ്പോഴും ചെയ്യരുത്, ഹോം ചെയ്യരുതെന്ന് പറഞ്ഞതാ. പിന്നെ ഞങ്ങൾ ചെയ്തപ്പോൾ പിന്നെ പ്രശ്നമായി. അപ്പൊ എന്താ റീച്ച് കിട്ടാത്തോണ്ട് റീച്ച് കിട്ടാതെ കൊണ്ട് അവര് ഫസ്റ്റ് തന്നെ എന്നോട് പറഞ്ഞു 500K വ്യൂസ് ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് ഒരിക്കലും പറയാൻ പറ്റൂല, ഇത് ഞാൻ വെക്കുന്നതല്ല ലൈക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം നോമ്പൊക്കെയാണ്, പിന്നെ പരീക്ഷയാണ്, അതുകൊണ്ട് കയറുമെന്നൊന്നും എനിക്കറിയില്ലെന്ന്. അപ്പം ഞാൻ എനിക്ക് തന്ന പൈസ അങ്ങനെ തന്നെ അക്കൗണ്ടിൽ വെച്ച് സ്പോട്ടിൽ തന്നെ കൊച്ചു സംസാരിച്ച സമയത്ത് അത് റിട്ടേൺ കൊടുത്തു. അപ്പൊ ഇത് നിങ്ങളുടെ ആദ്യത്തെ ഒരു അനുഭവമാണ്? ആദ്യത്തെ, ഞങ്ങളെ ഇത്രയും കാലത്തുള്ള ആദ്യത്തെ അനുഭവമാണ്. ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഇതാണ്. പിന്നെ അതിൽ കോളേജിലെ പരിപാടിക്കൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ എമൗണ്ട് ഒന്നുമല്ല. അപ്പൊ അതിന്ന് നിങ്ങൾ അപ്പൊ അവരടുത്ത് പറയില്ലേ ഇത്ര? പറഞ്ഞിട്ടുണ്ട്. അവരെന്താ നിങ്ങളടുത്ത്? അവര് ചേട്ടാ ഇത്രയൊക്കെ ഉള്ളു അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും. പിന്നെ ഞങ്ങളിപ്പോ അങ്ങനെ എന്താ പറയാ നോക്കിട്ടേ എടുക്കൂ, ജനുവലാന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു ഗെയിമിന്റെ എനിക്ക് 2 or 3 വീഡിയോ ചെയ്താൽ മതി എന്നും പറഞ്ഞ അവര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നത്. അവരിതിൽ നോക്കി ഒരു സംഭവമില്ല, ആകെ 2-3 ഫോട്ടോസ്, ഗൾഫ് രാജ്യത്തുള്ള ഫോട്ടോസ് ഒക്കെ ആയിരിക്കും. 10 lakh തരാന്നും പറഞ്ഞിട്ടാണ് ആളെ മെസ്സേജ്. ഒരു വീഡിയോക്ക് 10 lakh. ഇല്ല ഒരിക്കലും ഞാൻ ചെയ്യില്ല. എനിക്ക് റെഡ്മീന്റെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ സൂപ്പീന്റെ വന്നിട്ടുണ്ടായിരുന്നു. സൂപ്പിയിലൂടെ ഇല്ലേ, ഇതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞ. അച്ഛൻ എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനത്തെ പൈസ നമുക്ക് വേണ്ട, അങ്ങനത്തെ ഞാൻ ചെയ്യൂല. ഇപ്പൊ വയനാട് ബ്ലോഗറും പിന്നെ വേറെ ആരോ ശുചിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അവരൊക്കെ പൂട്ടിയ നമ്മൾ പോയി. അതെ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ച് തന്നെയാ. ഓക്കെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ പ്രൊമോഷൻ ചെയ്തു, തിരിച്ച് പൈസ വാങ്ങിച്ചു, അങ്ങനത്തെ ഒരു ബാഡ് ഇൻസിഡന്റ് പറഞ്ഞു. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ബാഡ് ആയിട്ടുള്ള ഭയങ്കര ബാഡ് ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഇവളെ കൊണ്ട് എറണാകുളത്ത് പോകുമ്പോൾ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഇവിടുന്ന് പരശുവിനായിരുന്നു കയറി, കോഴിക്കോട് നിന്ന് ഞങ്ങൾ മാറിക്കയറിയെന്ന് വെച്ചാൽ വേറൊരു ട്രെയിൻ ഉണ്ടായിരുന്നു എറണാകുളത്തേക്ക്, കുറച്ചും കൂടി നേരത്തെ എത്തും. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൊച്ചുവേളി എങ്ങാനാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഫുള്ള് ബംഗാളീസ്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അവർ നമ്മളെ വല്ലാത്തൊരു രീതിയിലുള്ള നോട്ടവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അഞ്ച് ഞങ്ങൾ അവിടെ ഇറങ്ങി വേറെ ട്രെയിൻ, അതായത് വൈകിട്ടായിട്ടില്ല, ഞങ്ങൾ അവിടെ എത്തുമ്പോൾ വൈകിട്ടായി. അവർക്ക് എന്തോ ഒരു കണ്ണുപോലെ നമ്മൾ നോക്കുക, എന്തോരം നോക്കുന്നു. അല്ലെങ്കിൽ സിത്തുന് മാത്രമാണോ അങ്ങനെ ഒരു ഇൻസിഡന്റ്? അല്ലല്ല, 2 പേരെ ഇങ്ങനെ നോക്കുക. എന്താ പറയാ, ചോട്ട അങ്ങനെയാ അവര് പറയാ. അവര് നോക്കി. ഇപ്പൊ നമ്മളിപ്പോ 4 പേര് നിക്കുകയാണെങ്കിൽ ഇങ്ങനെ വിളിച്ച് കാണിച്ചു കൊടുക്കുക. അവര് ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പൊ അതൊക്കെ ഒരു വല്ലാത്തൊരു ഇതാ വന്ന്. പിന്നെ ഈ അടുത്ത് വന്നിന്നോ ബാലുശ്ശേരി പോയ സമയത്ത് ഏതോ ഒരു സ്കൂട്ടർ വന്ന് ഞങ്ങളുടെ വണ്ടിക്ക് അങ്ങനെ ഇടിച്ച്. അപ്പൊ പെട്ടെന്ന് മേടിച്ചു പോയി. ബസ്സിൽ പോയപ്പോ എനിക്ക് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി വേറെ ബസ്സിൽ കയറി അങ്ങ് പോയി. ഇപ്പൊ ഇങ്ങനെ ഒരു അനുഭവം പറഞ്ഞു, ഇതല്ലാതെ വേറെ എന്തെങ്കിലും അനുഭവങ്ങൾ വരാറുണ്ടോ? വേറെ അനുഭവം എന്ന് വെച്ചാല് ഞങ്ങൾ ഈ വീട് എടുത്തതെന്ന് വെച്ചാല് അച്ഛന്റെ പെങ്ങള്, അച്ഛന്റെ മൂത്ത പെങ്ങള് എല്ലാവരും കൂടി സഹായിച്ചാണ് വീട് എടുത്തത്. പിന്നെ അതേപോലെ തന്നെ തയ്യാണ്ട് ഞങ്ങള് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ്. അപ്പോ ഈ അടുത്ത് ഞങ്ങള് കല്യാണം കഴിഞ്ഞതിന് ശേഷം ബാങ്കുകാരെ കാണുന്ന ആദ്യമായിട്ടാ. കുറച്ചൊരു 1.30 അടവ് തെറ്റിക്കിടക്കുക. ഞങ്ങളിപ്പോ 1,30,000. അപ്പൊ ഞങ്ങളെടുത്ത 10 lakh ഈ ഒരു വീട് പണി പൂർത്തിയാക്കേണ്ടിട്ട്. പിന്നെ ആ സമയത്ത് അച്ഛനും കുറച്ച് ആക്സിഡന്റും കാര്യങ്ങളൊക്കെ, പിന്നെ ഏട്ടനും ജോലിയില്ലാണ്ടായി. ഇപ്പാണ് ചേട്ടൻ ഒരു സ്റ്റെനോഗ്രാഫറായിട്ട് വർക്ക് ചെയ്ത്. അപ്പോഴാണ് ഞങ്ങൾ ഇവിടെയുള്ള സമയത്താണ് അന്ന് ബാങ്കിൽ നിന്ന് 2 ആൾക്കാർ വന്ന്, ഒരു ചേച്ചി ഒരു ചേട്ടനാ വന്ന്. അപ്പോൾ അന്ന് ആ ചേട്ടനൊരു ചോദ്യം ചോദിച്ചതാണ്, എന്താ പറയാ, നിങ്ങള് കല്യാണം ഞങ്ങളെ പൈസ കൊണ്ട് കഴിഞ്ഞില്ലേ എന്നൊക്കെ. ഞാൻ അന്ന് തന്നെ പറഞ്ഞ്, എന്താ പറയാ ചേട്ടാ, നമ്മളെ വീട്ടിലെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരാളെ ഞാൻ ചേർത്ത് പിടിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരാളെ വരുന്ന് ഞാൻ ആദ്യം ഉൾപ്പെടുത്തിയതാണ്. അന്ന് ആ ചേട്ടൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് വല്ലാത്തൊരു ഇതുണ്ടായിരുന്നു. അതായത് നമ്മുടെ പൈസ കൊണ്ട് നിങ്ങളുടെ ശരിക്കും ഒരിക്കലും അങ്ങനെയല്ല ഞങ്ങളെ കല്യാണം കഴിഞ്ഞത്. ഞാൻ ഇവളെ വീട്ടിൽ നിന്ന് ഒരു സാധനവും വാങ്ങിയിട്ടില്ല, ഒരു സാധനം വാങ്ങാതെയാണ് എന്നെ കല്യാണം കഴിച്ചത്. അതെ, ശരിക്കും അമലെ നമുക്കിപ്പോ സിത്തുനെയും കൊണ്ട് പുറത്തൊക്കെ പോകുന്ന സമയത്ത് അമലിന് ശരിക്കും ഒരു പേടി തോന്നാറുണ്ടോ? പേടിയുണ്ട്.
ആളെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ ഒറ്റയ്ക്കൊക്കെ പേടിയാണ്. ഞാൻ ഡിസേബിൾഡ് കോച്ചിൽ അധികം കയറുക. ഞങ്ങൾക്ക് ഡിസേബിൾഡ് കോച്ചിൽ കൺസെഷൻ ഉണ്ട്, അപ്പൊ അതിലേക്ക് കയറും. അപ്പൊ ഇപ്പൊ അതിലും പേടിയാണ്. എന്നുവെച്ചാല് കുടിച്ചിട്ടൊക്കെ ആൾക്കാർ കയറും അതില്, ബംഗാളീസ് കയറുക. പിന്നെ ഇവിടുത്തെ മലയാളികളും പറഞ്ഞാൽ കേൾക്കില്ല. ഞങ്ങളിങ്ങനെ ഒരിക്കലും തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് പോയപ്പോ കുറെ ആൾക്കാരെ ഇറക്കി വിട്ടതാ. നമ്മള് ജനറൽ കോഴ്സ് ഉള്ളവര് നമ്മുടെ ഇതിൽ കേറാൻ പാടില്ല, അവരെല്ലാം തള്ളി കേറിട്ട് ഞങ്ങളെ പരിപാടിക്ക് പോയി. ഞങ്ങളൊരു ക്രിക്കറ്റ് മാച്ചിന്റെ ഇതുണ്ടായിട്ട് ഞാനും സിത്തു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ ഒരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു തിരുവനന്തപുരം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ബാത്റൂമിൽ പോയി നിന്നു. ഇത്ര ആൾക്കാർ അല്ലല്ല ആൾക്കാർ കേറിയിട്ട് നമ്മള് ഇതാണ് ഡിസേബിൾഡ് കോച്ചാണ്, അതില് ഫുൾ ആൾക്കാർ കേറിയിട്ട് ഒരു പ്രശ്നമില്ലാത്ത ആളുകൾ സ്ഥലമില്ലാണ്ടായി. ഓക്കെ, എന്നിട്ട് വേറെ ഇതിൽ കയറി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? അവരെ കോണ്ടാക്ട് ചെയ്യും, അവരെ വിളിച്ചു വരുന്നുണ്ടോ? ഇല്ല, അവര് 2-3 സ്റ്റേഷൻ കഴിഞ്ഞേ വരും. ഓഹോ, അപ്പൊ നിങ്ങൾ അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് തവണ പറഞ്ഞതാ. എന്നിട്ട് ഒരു 2 സ്റ്റേഷൻ കഴിഞ്ഞപ്പോ RPF വന്ന് ഫുൾ ആയിട്ട് ഇറക്കി വിട്ടു. ഓക്കെ, ഇപ്പൊ ഈ അടുത്ത് നിങ്ങളുടെ ബോച്ചേന്റെ കൂടെ അത് ഞങ്ങൾക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചാ, ബോച്ച ഇങ്ങനെ ഇവിടെ വരുന്നുണ്ട്, ബോച്ചന്റെ ഇതിലുള്ള എങ്ങനെ വരുന്നുണ്ട്, നിങ്ങൾ വരുന്നുണ്ടോന്ന് ചോദിച്ചു. ഞങ്ങളന്ന് എറണാകുളം പോവായിരുന്നു അല്ലെ, ഞങ്ങളന്ന് എറണാകുളം ഒരു പരിപാടി ഉണ്ടായിട്ട് പോവായിരുന്നു. അപ്പോ അവിടെ കയറി അവനായിട്ട് സംസാരിച്ച്, അപ്പൊ ബോച്ചേനെ കണ്ട് ഷോപ്പിന്റെ ഉള്ളിൽ കയറി അവിടെയുള്ള ഒരു ചേട്ടൻ കാര്യങ്ങൾ സംസാരിച്ച് അത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നിങ്ങൾക്ക് വരാൻ സംസാരിക്കാം, ബോച്ചനെ കാണാന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ സാധാരണക്കാരെ പോലെ തന്നെ ചേട്ടൻ പറഞ്ഞു ഇവിടെ നിന്നോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ ഞങ്ങൾ പുറത്ത് നിന്നോളാം. ഞങ്ങൾ ബാഗൊക്കെ പുറത്തിട്ട് രണ്ടാളും കൈയും കെട്ടി ബോച്ചന്റെ മണാലിസ വരുന്നതും ബോച്ചെ സംസാരിക്കുന്നതും ഇങ്ങനെ നോക്കി. മണാലിസിനെ കണ്ടു, പക്ഷെ സംസാരിക്കാനൊന്നും പറ്റിയില്ല, ഫോട്ടോ എടുക്കാനും പറ്റിയില്ല. പിന്നെ ബോച്ചേന്റെ അടുത്തേക്ക് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് പോയി. ബോച്ച കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ചോദിച്ചു എങ്ങനെയാ കല്യാണം കഴിച്ചെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, ലവ് സ്റ്റോറി ഒക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞ് എന്നെക്കാട്ടും വലിയ ആളാണ് നിങ്ങള് എന്നൊക്കെ പറഞ്ഞു. അടുത്ത ബോച്ചേന്റെ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനം ബോച്ചേന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും പറഞ്ഞു. പിന്നെ വയനാട്ടില് നമുക്കൊരു സ്റ്റേ തരാന്ന് പറഞ്ഞു. ശേഷം പുള്ളി പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. നമ്പർ എൻ്റെ അടുത്തുണ്ട്, ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കലുണ്ട്, പുള്ളി നോക്കലൊന്നുമില്ല, മാനേജർ ആയിരിക്കും. നിങ്ങൾക്ക് ഇതേപോലെ ഇപ്പൊ സിനിമയൊക്കെ എന്തെങ്കിലും? ഇപ്പൊ ഒരു പടം വന്നിട്ടുണ്ട്, നല്ലൊരു മൂവി തന്നെയാണ്, അത്യാവശ്യം നല്ല റോളുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറൊരു മൂവി വന്നിട്ടുണ്ട്. ബിസിയാണ് അവര്. ഇപ്പൊ വലിയൊരു ആക്ടേഴ്സ് കൂടി ആവാൻ വേണ്ടി പോവാ. അതും വലിയൊരു എമൗണ്ട് ഒന്നല്ല, ഒരു ചെറിയൊരു എമൗണ്ട് ആണ്. രണ്ടുപേർക്കും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. വൈഫ് അടുത്ത സിനിമയിൽ അതിലെങ്ങനെയാ നിങ്ങള് കപ്പിളായിട്ട് തന്നെയാണോ? അല്ലല്ല, കപ്പിളായിട്ടല്ല, നമ്മൾ വേറെ രീതിയിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങള് നമ്മുടെ കരിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലവ് സ്റ്റോറി ചെയ്യാന്നും പറഞ്ഞു, സിനിമ ചെയ്യാന്നും പറഞ്ഞു. 40-യും 15 അല്ലേ, 50-യോ 60 എങ്ങനെയാണ് അവര് പറഞ്ഞത്. 40% 60% എന്നുള്ള രീതിക്കായിരുന്നു അവര് സംസാരിച്ച്. പിന്നെ അവര് വിളിക്കലും കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, കോണ്ടാക്ട് ചെയ്തിട്ടില്ല. നമ്മളെ കാര്യങ്ങൾ നോക്കുന്ന ടീമിനെയാണ് അവര് കോണ്ടാക്ട് ചെയ്തത്. ഇത് നിങ്ങൾ അങ്ങോട്ടേക്ക് പറയുന്ന എമൗണ്ട് ആണോ അല്ലെ അവരാണെങ്കിൽ? അല്ലല്ല, അവർ ഇങ്ങോട്ട് പറഞ്ഞു, നമ്മൾ അങ്ങോട്ട് പറഞ്ഞൊന്നല്ല. അതായത് 40% നമുക്കും 60% അവർക്കും അല്ലേ? ശരിക്കും ഇനി നിങ്ങളുടെ ഒരു ഡ്രീമിൽ ശരിക്കും സിനിമയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ ഏറ്റവും വലിയ ഉണ്ട് ഡ്രീം എന്ന് വെച്ചാൽ? എന്താ പറയാ, ഞങ്ങൾക്ക് ഇപ്പൊ രണ്ടാൾക്കും നല്ലൊരു ജോലിയില്ല, ജോലി നോക്കുന്നുണ്ട്. ഞാൻ എറണാകുളത്ത് ഒരു ഹോസ്റ്റൽ നടത്തുകയാണ്, ചെറിയൊരു ഹോസ്റ്റലാണ്. അപ്പോൾ കുറച്ച് അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ട്, ഞാനും ചേച്ചിയും കൂടെയാണ് നോക്കി നടത്തുന്നത്. ഇപ്പൊ ഒരു ജോലി വേണം, അച്ഛനും അമ്മയ്ക്കും ഒക്കെ പ്രായം വരികയാണ്. എന്താ പറയാ, എല്ലാ നാളും അവരെ കൊണ്ട് നമ്മളെ നോക്കാൻ പറ്റില്ലല്ലോ. അതെ അതെ അതെ. ഇനി ശരിക്കും സിനിമയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആരെയാ? ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരെയാ? ആരുടെ ഫാനാ നിങ്ങൾ? ആൾക്ക് ദുൽഖറിന് ഇഷ്ടമാണ്. ഞാൻ പണ്ട് ദിലീപ് ഫാൻസാണ്. ദിലീപ് ഫാനാണോ അല്ലേ? ദിലീപ് അങ്ങനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം? ഇല്ല, പക്രുച്ചേട്ടൻ ഞങ്ങളൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം മാ കോമഡി സ്റ്റാർസിന്റെ പ്രോഗ്രാമിന് പോക്കുള്ളതാണ്. നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് ഒരു 6 ആൾക്കാരെ സെലക്ട് ചെയ്ത് പ്രോഗ്രാം അവതരിപ്പിക്കാൻ. ഏകദേശം എല്ലാവരെയും ഞാൻ കണ്ട, വിഷാരടി, പിന്നെ എല്ലാരെയും കണ്ട. അണി റോസിനെ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാല് ഇങ്ങനത്തെ ഒരു സോഫയമ കയറി എത്തി നോക്കിയത്.
കാണാൻ വേണ്ടി. എന്റെ ചേച്ചി ഫ്രണ്ടിലായിരുന്നു, അപ്പൊ കണ്ടില്ല, ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ബോച്ചേനെ അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ സംസാരിക്കാനോ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ സുരേഷ് ഗോപി സാറിനെ ചേട്ടനെ കണ്ടിട്ടുണ്ട്, കണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതാ ഇവളെ വീടിന്റെ കാര്യത്തിന് ചേട്ടൻ്റെ അടുത്ത് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല.